സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. യെസ്, മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ ആഘോഷിക്കപ്പെട്ട മാസ് ഡയലോഗ്സിൽ ഒന്നാണിത്. ഒരുപക്ഷേ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വേണ്ടതും ഈ ഒരു എലമെൻ്റാണ്. പ്രസൻസ് ഓഫ് മൈൻഡ്, കോമൺ സെൻസ്, ഇതൊക്കെ വളരെ 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 അത്യന്താപേക്ഷിതമാണ് ഇഫ് യു റിയലി വിഷ് ടു പ്രിലിംസ് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. കാരണം എന്തെന്ന് വെച്ചാൽ പ്രിലിംസിൽ 100 ക്വസ്റ്റ്യൻസ്, GS1 പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഒരു 50%, 60% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏലിയൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ഒരു പക്ഷെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, വളരെ ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോമൺ സെൻസ് അപ്ലൈ ചെയ്യാന്നുള്ളത് അനിവാര്യമാണ്. എലിമിനേഷൻ, എഡ്യൂക്കേറ്റഡ് ഗസ്, ലോജിക്കൽ ഗസ്, വാട്ടെവർ അപ്ലൈ ചെയ്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരുപാട് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മയല്ല പ്രശ്നം. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് 50% അല്ലെങ്കിൽ 60% നോളജ് വെച്ച് പ്രിലിംസിൽ കട്ട് ഓഫിന്റെ മേലെ കയറിയ ആൾക്കാരുണ്ട്. ദേ അപ്ലൈഡ് ദർ പ്രസൻസ് ഓഫ് മൈൻഡ്, ദർ കോമൺ സെൻസ്, ദർ എലിമിനേഷൻ ടെക്നിക് ഓർ ടാറ്റിക്സ് ഇൻ ടു സച്ച് ട്രിക്കിയസ്റ്റ് ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും സാധിക്കും, പ്രൊവൈഡഡ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പ്രസൻസ് ഓഫ് മൈൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വെൻ ഐ ഇൻട്രാക്റ്റഡ് വിത്ത് മെനി ഓഫ് മൈ സ്റ്റുഡൻസ്, പ്രിലിംസിൽ കയറാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിലൊരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ മെയിൻ പ്രശ്നം കെയർലെസ്നെസ് തന്നെയാണ്. അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്തൊരു പ്രധാനപ്പെട്ട എലമെന്റ് ശ്രദ്ധയില്ലായ്മ കൊണ്ട് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആൻസേഴ്സോ ആണ്. നോട്ട് കറക്റ്റ് വരുമ്പോൾ കറക്റ്റ് എന്നുള്ള സംഭവം പിക്ക് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നു, ഡിഫ്ലേഷന് പകരം ഇൻഫ്ലേഷൻ പിക്ക് ചെയ്യുന്നു, ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിന് പകരം ഡിക്രീസിങ് ഓർഡർ പിക്ക് ചെയ്യുന്നു. സോ ശ്രദ്ധയില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, UPSCയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹുയാൻ സാങ് വാസ് ദ ചൈനീസ് അംബാസിഡർ ടു ദ കോർട്ട് ഓഫ് ബിംബിസാര. അല്ലെങ്കിൽ ഹുയാൻ സാങ് എന്ന് പറയുന്ന ചൈനീസ് പിൽഗ്രീം, ബുദ്ധിസ്റ്റ് പിൽഗ്രീം, അദ്ദേഹം ബിംബിസാരയുടെ 114ാമത്തെ കല്യാണത്തിന് അച്ചാറ് വിളമ്പിയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടായിരിക്കണം. കാരണം ഹുയാൻ സാങ് ഇന്ത്യയിൽ എത്തുന്നത് 7ാം നൂറ്റാണ്ട് AD-യിലാണ്. ബിംബിസാര, മഗധൻ റൂളറായ ബിംബിസാര മഗധ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്ട് 6ാം നൂറ്റാണ്ട് BC-യിലാണ്. വലിയൊരു അന്തരമുണ്ട്. ഓക്കെ, ബിംബിസാരനെ കുറിച്ചുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കല്യാണങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് മാട്രിമോണിയൽ അലയൻസസിലൂടെ സ്വന്തം സാമ്രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു രാജാവും കൂടിയാണ് ബിംബിസാര. മഗധൻ ഇമ്പീരിയലിസം. എനിവേ, UPSC കല്യാണം കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കില്ല ചോദിക്കുക. മേ ബി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യാം, ഹുയാൻ സാങ് വാസ് എ ചൈനീസ് അംബാസിഡർ ടു ദ കോർട്ട് ഓഫ് ബിംബിസാര എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലഘട്ടങ്ങളും തമ്മിൽ മാച്ച് ആവുന്നില്ല എന്ന് ഊഹിക്കാനുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഓൾഡ് കമ്പ്യൂട്ടേഴ്സ് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻവയൺമെന്റ്, ഈ വേസ്റ്റിൽ പ്ലൂട്ടോണിയം ഉണ്ട് എന്ന് പറയുമ്പോൾ പ്ലൂട്ടോണിയം ഒരു റേഡിയോ ആക്റ്റീവ് കെമിക്കൽ എലമെന്റ് ആണെന്നും ന്യൂക്ലിയർ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് ആണെന്നും തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. സോ ബേസിക് കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അപ്പോൾ ഇതാരും പേടിക്കേണ്ട. എലിമിനേഷനുള്ള ലോട്ട്സ് ഓഫ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആദർ, അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം UPSC സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ലെറ്റ്സ് ഗോ ഫോർ ദ ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നു. These are taken from our third free test, the final lap. പ്രിലിംസിൻ്റെ ഫൈനൽ ലാപ്പ് ആയിട്ട് നമ്മൾ ഒരു 10-12 ഫ്രീ ടെസ്റ്റ് സീരീസ് സൺഡേസിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ടെസ്റ്റിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. With reference to the revolt of naval ratings, consider the following statements. Naval ratings, it was in the news. ഓക്കെ, ഈ UPSCൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫെയറിനെ സ്റ്റാറ്റിക്കുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക് ഏരിയാസിൽ നിന്ന് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റിൻ മ്യൂട്ടിനി വാസ് ഇൻ ദ ന്യൂസ്, യു നോ ദാറ്റ്, വി ഡിസ്കസ്ഡ്.
റീൻ മ്യൂട്ടിനി എന്ന് പറയുന്നത് റോയൽ ഇന്ത്യൻ നേവിയുടെ ഒരു മ്യൂട്ടിനിയാണ്. ബ്രിട്ടീഷിന്റെ പല പല കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള സമരമായിരുന്നു റീൻ മ്യൂട്ടിനി എന്ന് പറയുന്നത്. റിഗാർഡഡ് ആസ് ദ ലാസ്റ്റ് നെയിൽ ഓൺ ദ കൊഫീൻ ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. One of the triggers for this Rhine strike was arrest of the rating BZ Dutt, who had scrawled Quit India on the HIMS Tucson. You see, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ചില എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടാണ് UPSC ചോദിച്ചിരിക്കുന്നത്. UPSCക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റിനെയും ഏറ്റവും ട്രിക്കിയസ്റ്റ് ആക്കാൻ വേണ്ടി പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുക, മാറ്റിമറിച്ചിടുക എന്നുള്ളൊരു രീതിയുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, BC ദത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഫ്രസ്ട്രേഷൻ മൂലം ഈ പറഞ്ഞ ഷിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള സംഭവം തന്നെയാണ് എഴുതി വെച്ചത്. വേറൊന്നും എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അത് ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. റിൻ മ്യൂട്ടിനി കത്തിജ്വലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ അദ്ദേഹം എഴുതി വെച്ച ലൈക്ക് എന്താ പറയുക, HIMS ടക്സൺ എന്നുള്ള സാധനം നമ്മളെവിടെയും കേട്ടിട്ടില്ല. തൽവാർ എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അതും ഇവിടെ നിങ്ങൾക്ക് കാണാം. HIMS എന്നുള്ള സംഭവം അല്ല, അതെന്താണ്, ഹിസ് മജസ്റ്റി ഇന്ത്യൻ ഷിപ്പ്, HMIS എന്നുള്ള സംഭവമാണ്. ഹിസ് മജസ്റ്റി ഇന്ത്യൻ ഷിപ്പ് തൽവാർ. ഓക്കെ, അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ ബ്രിട്ടീഷ് ഇവിടെ ഇന്ത്യ ഭരിച്ചപ്പോൾ ഒബ്വിയസ്ലി ഇവിടെയുള്ള സംഭവങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇന്ത്യൻ പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേ ബി സാൻസ്ക്രിറ്റ് ടേംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നും ഒരു ട്രെൻഡ് അത് തന്നെയാണ്, അല്ലാണ്ട് അമേരിക്കൻ വാർഷിപ്പിന്റെ പേരൊന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരൊറ്റ വേർഡാണ് മുഴുവൻ സ്റ്റേറ്റ്മെന്റിനെ തെറ്റിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡ് സെറ്റിന്റെ പ്രശ്നം, നമ്മൾ ചിലത് അവിടെ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വേർഡ്സ് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു സിംഗിൾ വേർഡ് മതി, ഒരൊറ്റ ചോദ്യം മതി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോയ്സിൽ ഒരു സിംഗിൾ വേർഡ് മതി ആ മുഴുവൻ സ്റ്റേറ്റ്മെന്റിനെ തെറ്റിക്കാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, ഇറ്റ് വാസ് ഹീസ് മജസ്റ്റി ഇന്ത്യൻ ഷിപ്പ് തൽവാർ, നോട്ട് ദിസ് ടക്സൺ. ഓക്കെ, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വർക്കേഴ്സ് ഓഫ് ദ ബോംബെ പ്രസിഡൻസി സപ്പോർട്ടഡ് ബ്രിട്ടീഷ് ടു സപ്രസ് ദ മ്യൂട്ടിനിയസ്. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ this was regarded as the last nail on the coffin of the British rule. ഇതിന് ശേഷം ബ്രിട്ടീഷിന് തിരിച്ചറിവുണ്ടായി, ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഓൾ ദ ആംഡ് ഫോഴ്സസ് ബ്രിട്ടീഷിനെതിരെ തിരിഞ്ഞു, അതുപോലെ തന്നെ സിവിലിയൻസ് ബ്രിട്ടീഷിനെതിരെ തിരിഞ്ഞു. ഈ മ്യൂട്ടിനിയേഴ്സിന്റെ കൂടെ, റേറ്റിംഗ്സിന്റെ കൂടെ ബ്രിട്ടീഷിനെതിരെ ഇന്ത്യൻ സിവിലിയൻസും സപ്പോർട്ട് ചെയ്തു, ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പ്രഷർ കൊണ്ടാണ് ക്യാബിനറ്റ് മിഷനെ ഇങ്ങോട്ടേക്ക് അയക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ലോജിക്കലി തെറ്റാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബൌട്ട് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സില്ലി എറേഴ്സ് അല്ലെങ്കിൽ കെയർലെസ്നെസ് കൊണ്ട് ഒരുപാട് ലൈക്ക് 80, 90, 100ന്റെ താഴേക്ക് അവസാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കോർ 100ന്റെ മേലേക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സില്ലി എറേഴ്സ്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷന് പകരം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പിടിക്കും, ഇൻഫ്ലേഷന് പകരം ഡിഫ്ലേഷൻ പിടിക്കും, നോട്ട് കറക്റ്റിന് പകരം കറക്റ്റ് പിക്ക് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇൻക്രീസിങ് ഓർഡറിന് പകരം ഡിക്രീസിങ് ഓർഡർ പിടിക്കും. അപ്പോൾ പലതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ നോട്ട് കറക്റ്റ് ചോദിച്ചു, ഇനിയിപ്പോൾ നമ്മൾ വി വിൽ എൻഡ് അപ്പ് വിത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ രണ്ടും തെറ്റാണ്. രണ്ടും തെറ്റാണെങ്കിൽ നോട്ട് കറക്റ്റ് ചോദിച്ചത് കൊണ്ട് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആയിരിക്കണം, ബോത്ത് 1 and 2. പക്ഷേ ഈ നോട്ട് കറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അധികം ആൾക്കാർ നോട്ട് എന്നുള്ള സാധനം അങ്ങ് വിട്ടേക്കും. UPSC അത് ബോൾഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും അതങ്ങ് മറന്നുപോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ചെയ്യുകയും OMR ഷീറ്റിലേക്ക് തെറ്റായ ചോയ്സ് ഡാർക്കൻ ചെയ്യുകയും ചെയ്യുന്ന ഹാബിറ്റും പലർക്കും ഉണ്ട്. ശ്രദ്ധക്കുറവ് കൊണ്ട് പലതും സംഭവിച്ചിട്ട് പിന്നെ ഇരുന്ന് നമ്മൾ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭിത്തിയിൽ തലയിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ശ്രദ്ധിച്ച് ചെയ്യുക. അതിന് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. Answer is C. With reference to the leaders and the centers of revolt 1857, consider the following: Maulavi Ahmadullah, Kunwar Singh, Rani Lakshmibai. ഓക്കെ, നിങ്ങൾക്ക് ഈ ആദ്യത്തെ 2 ലീഡേഴ്സിനെ കുറിച്ചും അറിയില്ലെങ്കിലും പ്രശ്നമില്ല. UPSC ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ലക്ഷ്മിബായിനെ കുറിച്ച് നിങ്ങൾ കുഞ്ഞുനാളിലെ പഠിച്ചു കേട്ട് വന്നതാണ്, ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ലക്ഷ്മിബായി. ഓക്കെ, സോ പ്രോബബ്ലി 1857 റിവോൾട്ടിന്റെ അവസാനത്തെ ലീഡറും കൂടിയാണ്, അവസാനത്തെ ധീര വനിതയും കൂടിയാണ്, ബ്രിട്ടീഷിനെതിരെ പോരാടിയ ധീര വനിതയും കൂടിയാണ് ലക്ഷ്മിബായി. അല്ലെങ്കിൽ അവസാനമായിട്ട് റിവോൾട്ട് നയിച്ച ഒരു വനിതയും കൂടിയാണ് ലക്ഷ്മിബായി. നമ്മൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യെസ്, അവര് ബിലോങ് ചെയ്യുന്നത് ഝാൻസി ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്ര മഹാരാഷ്ട്രയല്ല, UP ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ലക്ഷ്മിബായിന്റെ ചോയ്സ് തെറ്റാണെന്ന്, പേര് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ 3 വരുന്ന എല്ലാ ചോയ്സസും നിങ്ങൾ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തേക്കുക, അതെല്ലാം റിമൂവ് ചെയ്തേക്കുക. അങ്ങനെ വരുമ്പോൾ ബിയും സിയും ഡി എല്ലാം പോകും. പിന്നെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്
A1 only ആണ്. This is also basic common sense. This is also your basic sense to yes, ഗസ് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സെൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. Which of the following statements not correct regarding Government of India Act 1919? Government of India Act 1919 അത് നല്ലൊരു ഒന്നാന്തരം സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എടുത്തോളൂ, എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിൽ അല്ലെങ്കിൽ മെയിൻസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 കുറിച്ചാണ്. അതും നോട്ട് കറക്റ്റ് ആണ്. 1919 ആക്ടിനെ കുറിച്ച് ശരിയല്ലാത്ത ചോയ്സ് വേണം, സ്റ്റേറ്റ്മെന്റ്സ് വേണം നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട്. 1919 ആക്ട് റീപ്ലേസ്ഡ് എക്സിസ്റ്റിംഗ് ബൈക്യാമറൽ സിസ്റ്റം ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. 1919 ആക്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് സെൻട്രൽ ബൈക്യാമറലിസം, അപ്പർ ഹൗസും ലോവർ ഹൗസും ഒക്കെ സെൻട്രൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 ആക്ട് ആണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമല്ലേ പിന്നെ അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടാവത്തുള്ളൂ. 1919 ആക്ട് ഈ മൊണ്ടേഗ്-ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ മൊൺഫോർഡ് റിഫോംസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ 1919 ആക്ട് ഓക്കെ, അതിലാണ് ആദ്യമായിട്ട് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ, അതിനുശേഷം റിമൂവ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ഇവിടെ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 ആക്ടിലാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം റിമൂവലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉദിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ്. ആക്ട് യൂണിഫൈഡ് പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ബഡ്ജറ്റ്സ് വിത്ത് സെൻട്രൽ ബീയിങ് ഓതറൈസ്ഡ് ടു മേക്ക് എ സിംഗിൾ ബഡ്ജറ്റ്. സിംഗിൾ ബഡ്ജറ്റ് ഒക്കെ വലിയ തലവേദനയാണ്. മനസ്സിലായില്ലേ? ഇവിടെ ലൈക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയും സെൽഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഒക്കെ വർഷങ്ങളായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായിട്ടുള്ള ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്നുള്ള കോൺസെപ്റ്റിനോട് വിരക്തിയാണ്. ബഡ്ജറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു, സെൻട്രൽ സബ്ജക്ട്സും സ്റ്റേറ്റ് സബ്ജക്ട്സും സെൻട്രൽ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും 1919 ആക്ടിലാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റി. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് വർ അഡ്മിനിസ്ട്രേറ്റ് ബൈ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. തെറ്റാണ്, ടെക്നിക്കലി ലോജിക്കലി തെറ്റാണ്. കാരണം പ്രൊവിൻഷ്യൽ ഓട്ടോണമി അല്ല, പ്രൊവിൻഷ്യൽ ഡയർക്കി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഡബിൾ ഗവൺമെന്റ് എന്ന് വെച്ചാൽ വൺ ഈസ് ലൈക്ക് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് ഒക്കെ ലൈക്ക് ഗവർണറും എലക്റ്റഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സും ലൈക്ക് ദേ വിൽ അഡ്മിനിസ്റ്റർ ദീസ് ഏതാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. അതെല്ലാം എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. റിസർവ്ഡ് സബ്ജക്ട്സ് ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഹാൻഡിൽ ചെയ്യുന്നു. അത് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ഇൻകം ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. സോ ഗവർണർക്ക് ഒരു ടെൻഷനും ഇല്ല, റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഹീസ് ദ അൾട്ടിമേറ്റ് പവർ. പക്ഷേ ഇവിടെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിലെ മിനിസ്റ്റേഴ്സിന്റെ പ്രത്യേകത, അവിടെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ആണ്. ദേ ആർ റെസ്പോൺസിബിൾ ടു ദിസ് ലെജിസ്ലേച്ചർ. അതെല്ലാം എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇൻകം ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഭരിക്കും. ഓക്കെ, സോ എനിവേ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ റിസർവ്ഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്യുകയും റെസ്പോൺസിബിൾ ഡിപ്പാർട്ട്മെന്റ്സും അതോറിറ്റേറിയൻ ഡിപ്പാർട്ട്മെന്റ്സിനും ഡിവൈഡ് ചെയ്യുകയും ചെയ്തത് ഈ 1919 ആക്ടിലാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ തെറ്റാണ്. കാരണം ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് വിൽ ബി ബൈ ഗവർണർ ആൻഡ് എലക്റ്റഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. ദെൻ റിസർവ്ഡ് സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഹാസ് നോ റെസ്പോൺസിബിലിറ്റി ടു ലെജിസ്ലേച്ചർ. അങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത്, ഡയർക്കി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 ആക്ടിലാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം 1, 2 and 3 നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നോട്ട് കറക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. Solve maximum number of UPSC standard questions and try to find out the trickiest element in every question. Be familiar with that and surely, definitely you can score above the cutoff in the upcoming examination. Just keep on practicing good number of UPSC questions, both factual and conceptual. UPSC ക്ക് factual questions ഉണ്ട്, conceptual questions ഉണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. And that's it. Thank you.